വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഹ. അപ്പോൾ ഇനി ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ണൂർ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉത്രാളിക്കാവിൽ വന്നതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വയലൊക്കെ ഉണ്ട്, ചിച്ചൊക്കെ നടന്നു വരികയാണ്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കുറേ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ടായിരുന്നു. വയലൊക്കെ ആണെങ്കിൽ നല്ലപോലൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഉറപ്പായിട്ട് നിങ്ങൾ വരണം, ഞാൻ പറയും ഉറപ്പായിട്ട്. ഇവിടെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്, റെയിൽവേ പാളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഉറപ്പായിട്ട് നിങ്ങൾ വരണം, എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ചിച്ചൊക്കെ ഇങ്ങനെ നടന്നു വരുവാണ്, നല്ല രസമുണ്ടല്ലേ അവൾക്ക് നടന്നു വരുന്നതൊക്കെ കാണാൻ. കിളിങ്ങിയൊക്കെ നടന്നു വരുവാണ് കേട്ടോ. അവളാണെങ്കിൽ നടക്കുക ഫാഷൻ ഷോനെ പോലെയാണ് അവൾ. ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ചിച്ച കളിച്ചൊരു ഡാൻസാണ്. എങ്ങനെയുണ്ട് ചിച്ച കളിച്ച ഏതോ ഒരു പാട്ട്, ഏതോ ഒരു ഡാൻസ് കളിച്ച ഡാൻസാണ്. ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞ ഒരു തണലുണ്ട് ഇവിടെ, നല്ല ഒരു മരമുണ്ട്. ഇവിടെ നട അടച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആലിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്നതേ ഉള്ളൂ. അപ്പം ചിച്ചു കളിച്ച ഡാൻസാണ് ഗൈസ്. ഇത് നല്ല രസമില്ല അവൾ കളിക്കുന്ന കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. അവളിങ്ങനെ ക്ലാസിക്കൽ ഡാൻസാണ് കളിക്കുന്നുണ്ട്. കുറേ പേര് കണ്ട് ഈ അമ്പലത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ റീൽസ് എടുക്കാനും ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും വരണം കേട്ടോ. അത് ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു 2 വയലത്തും ഇതിൻ്റെ ചുറ്റും വയലാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ മലയൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ മലേൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു റെയിൽവേ പാളമുണ്ട്. അപ്പോൾ ഈ പാളത്തിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ 2 ട്രെയിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ ചേച്ചി ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ട്രെയിനൊക്കെ പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഡാൻസ് ഉറപ്പായിട്ട് വേണം. ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ വരുവാണ്, ഞങ്ങൾ ട്രെയിൻ വരുന്ന ഒരു സൗണ്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ട്രെയിൻ വരുന്നതാണ്. ഞാനാണ് ഈ ട്രെയിൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കണ്ടോ, ട്രെയിൻ വരുന്നുണ്ട്. നല്ല രസമുണ്ടായത് കാണാൻ. അപ്പോഴാണെങ്കിൽ ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ടതുകൊണ്ട് 2 ട്രെയിൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൂടി ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കാണും, ഇത് ട്രെയിനാണ്. ഉണ്ട് ചിച്ചൊക്കെ ഡാൻസ് കളിക്കുവാണ്, 2 പൂവൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കണ്ട. 2 ബ്ലൂ കളർ കാണുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ ട്രെയിൻ. അത് ഇവിടെ ഗുഡ്സ് ട്രെയിനാണ് കേട്ടോ, സാധനങ്ങൾ കൊണ്ടുവന്ന ട്രെയിനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വെള്ളം പോകുന്നുണ്ട്. അതാണ് അമ്പലം, അതിൻ്റെ ചുറ്റും വയലാണ് കേട്ടോ. അതിൻ്റെ ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ ഗുഡ്സ് ട്രെയിൻ. ആ ട്രെയിൻ ഭയങ്കര പതിയെയാണ് പോകുന്നുണ്ട്. ഇത് ഭയങ്കര ചെറുതാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് മറ്റേ നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണും. ഇത് ചെറുതായിട്ടാണ് കണ്ടത്, അതുകൊണ്ടായിരിക്കും ഇത് നല്ല ഭയങ്കര പതിയെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഈ റെയിൽവേ പാളിൻ്റെ അപ്പുറത്തും വയലാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റും വയലൊക്കെയാണ്. ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഞാനാണെങ്കിൽ പോവാണ്, ഞാൻ പോകുന്നത് ചിറ്റു ഞാൻ അപ്പുറത്തൊക്കെ എന്തുവാന്ന് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മേഘങ്ങളൊക്കെ വന്ന് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചെറിയൊരു കാടുണ്ടെന്ന് തോന്നുന്നു. അവിടെ കുറേ തെങ്ങ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും വയലാണ്, അവിടെ കുറച്ച് മലയേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നല്ല വയൽ. ഞാനവിടെ ആണെങ്കിൽ മീനെ കണ്ടു, അപ്പോൾ അത് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചിച്ചൊക്കെ ആണെങ്കിൽ അപ്പുറത്തുനിന്ന് പൂവൊക്കെ കുറച്ചുകൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ വരുവാണ്. സ്ലിപ്പാവോന്ന് വിചാരിച്ച് പേടിച്ചിട്ടൊക്കെ വരുവാണ് കേട്ടോ. ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ടല്ലേ, നമുക്കത് തമ്മിൽ വരുവാണ്. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ചാടണം. വേറൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ നല്ലൊരു ചെറിയൊരു പലക വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ചാടിപ്പോവാണ് കേട്ടോ. ചാടുന്നതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ അവിടുന്ന് പൂ അറച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മരം നല്ലൊരു വ്യൂ ആയിരുന്നു. അവിടെയൊക്കെ വന്ന് നിങ്ങൾ ഉറപ്പായിട്ട് ഫോട്ടോ എന്തെങ്കിലും ഉറപ്പായിട്ടും എടുക്കണം, നല്ലതാണ്. ഞാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അതാണ് ഞാൻ ഇവിടെയൊക്കെ ചെറിയ തോടുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പറയുവാണ് ഇങ്ങോട്ട് പോവാ. ഞാനാണെങ്കിൽ എനിക്ക് അവിടെ എന്തുവാന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ അവിടെ എന്തുവാന്ന് പറയാം. ഞാനാണെങ്കിൽ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങോട്ടാണ് പോയത്. അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ വേറെ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇവിടെ റെയിൽവേ പാളത്തിൻ്റെ അടുത്തൊക്കെ വന്നായിരുന്നു. റെയിൽവേ പാളത്തിൻ്റെ അടുത്തൊരു തോടുണ്ട്, ഞാൻ പറഞ്ഞ തോട്. അപ്പോൾ ഇങ്ങോട്ട് നല്ല മേഘങ്ങളൊക്കെ. ഇവിടെ ആണെങ്കിൽ ഇവിടെ എടുത്തോ നല്ലൊരു ഫോട്ടോ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, ഞാൻ വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തെങ്ങൊക്കെ നിൽക്കുന്നു. അപ്പുറത്തെ സൈഡ് തെങ്ങാണ് കേട്ടോ, തെങ്ങും തോട്ടമൊക്കെയാണ്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അമ്പലം എന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഉറപ്പിച്ച് പറയുവാണ്, വിസിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.
ഇത് ഭയങ്കര ഞാൻ കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ നല്ല വയലാണ്. അതുമല്ല ഈ വയലിൻ്റെ ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വ്യൂ ആണ് ഞാനിവിടെ കണ്ടത്. ഭയങ്കര നിങ്ങൾ ഉറപ്പായിട്ടും വരണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ലൊരു രസമുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒക്കെ നല്ല രസം. ഞങ്ങൾ ചെറുതായിട്ട് ഉച്ചയ്ക്കാണ് ഞങ്ങൾ അതുകൊണ്ട് അത്രയ്ക്കൊരു. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല രസം. അപ്പോൾ വൈകുന്നേരം ഭയങ്കര രാവിലെയൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ നല്ല രസമാണ്. ഞാനാണെങ്കിൽ അങ്ങോട്ട് എന്തുവാന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ തോട്. കൃഷി ചെയ്യുന്നതിൻ്റെ വേണ്ടിയായിരിക്കും ആ തോട്. അപ്പോൾ ഞാനിവിടെ ആണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ പൂ പറിക്കാനൊക്കെ നോക്കി. എനിക്ക് പൂ കിട്ടിയില്ല. ചിറ്റു പോയി പൂ പറിച്ചുകൊണ്ട് വന്നു. ചിറ്റു പിന്നെയാണ് ഞാനും അച്ഛനും കൂടി പോയിട്ട് ചിറ്റു പിന്നെയാണ് കേട്ടോ വന്നത്. ചിറ്റുവും പിന്നെ അച്ഛനും ചിറ്റുവിനും കൂടി പോയി. ഞാനാണെങ്കിൽ ചെവിയിലൊക്കെ വെച്ചോണ്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ചെവിയിലൊക്കെ വെച്ചോണ്ട് നല്ല രീതിയിൽ പോവുകയാണ് കേട്ടോ. ചവിട്ടി എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് കുറേ ക്ഷീണിച്ചു കേട്ടോ. അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. നല്ല ഞങ്ങൾ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ കുറേ കാര്യങ്ങൾ കണ്ടു. നല്ല രസമായിരുന്നു അവിടെ കാണാൻ. നിങ്ങൾ ഉറപ്പായിട്ടും വരണം. ഞാൻ തറപ്പിച്ച് പറയുവാണ്. എൻ്റെ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ വെയിലുണ്ട്. ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.